ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ചുംബിക്കുക എന്നുള്ളത്. എഡ്വേർഡ് ഇത് എഴുതുന്ന സമയത്ത് എഡ്വേർഡിന്റെ മനസ്സിലുണ്ടായിരുന്ന തിരികെ നാട്ടിൽ വന്നതിന് ശേഷം കാർട്ടർ ആദ്യം ചെയ്യുന്നത് എഡ്വേർഡും എഡ്വേർഡിന്റെ മകളും തമ്മിലൊരു ക്ലാഷ് ആണ്. ഇവർ തമ്മിലിപ്പോൾ നല്ല ചേർച്ചയിലല്ല. അപ്പോൾ അവരെ ഒന്ന് ഒന്നിപ്പിക്കാനായിട്ടാണ് കാർട്ടർ ശ്രമിക്കുന്നത്. പക്ഷേ അത് സാധിക്കുന്നില്ല. അത് പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാർട്ടറിന്റെ ഫാമിലിയുടെ കൂടെ കുറേ കാലം സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമാവുകയും അദ്ദേഹം ലോകത്തോട് വിട പറയുകയും ചെയ്യുന്നു. അങ്ങനെ എഡ്വേർഡ് മാത്രമായി. എഡ്വേർഡിന് ഇനി ആ ലിസ്റ്റിൽ 1-2 കാര്യം കൂടെ വെട്ടാനായിട്ടുണ്ട്. എഡ്വേർഡ് ബക്കറ്റ് ലിസ്റ്റിൽ എഴുതിയിരുന്ന ഒരു കാര്യമായിരുന്നു ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ചുംബിക്കുക എന്നുള്ളത്. എഡ്വേർഡ് ഇത് എഴുതുന്ന സമയത്ത് എഡ്വേർഡിന്റെ മനസ്സിലുണ്ടായിരുന്ന ഭയങ്കര സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. എഡ്വേർഡ് സ്വന്തം മകളോടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത ശേഷം സ്വന്തം ഗ്രാൻഡ് ചൈൽഡിനെ വാത്സല്യത്തോടെ നൽകുന്ന ഒരു ചുംബനത്തിലൂടെയാണ് എഡ്വേർഡ് തന്റെ ബക്കറ്റ് ലിസ്റ്റിലെ ആ വരി വെട്ടിക്കളയുന്നത്. പിന്നീട് എഡ്വേർഡും കുറെ കാലം കഴിയുമ്പോൾ മരിച്ചു പോകുന്നു. അപ്പോഴും അവർക്ക് പൂർത്തിയാക്കാനായിട്ടുണ്ടായിരുന്നത് ആ ബക്കറ്റ് ലിസ്റ്റിൽ ഒരു വരി മാത്രമായിരുന്നു.